സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെമി കണ്ടക്ടർ ഡയോഡ് ലേസറിനെ പറ്റിയാണ്. സോ ലേസർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ ഫോം ആയിട്ടുള്ള ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്ന പേരാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്താണ് ലേസറിൻ്റെ ലേസിങ് ആക്ഷനുള്ള പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. അപ്പോൾ എന്താ സ്റ്റിമുലേറ്റഡ് എമിഷൻ നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ എൻ്റെ ആറ്റം ഇരിക്കുന്നത്. ആൻഡ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആറ്റത്തിന് പർട്ടിക്കുലർ ഫോട്ടോൺ ഓഫ് എനർജി എച്ച് ന്യൂ വന്ന് ഇതിലേക്ക് ഇൻസിഡൻ്റ് ചെയ്യാണ്. സോ ഈ എനർജി എച്ച് ന്യൂ എന്ന് പറയുന്നത് ഇവരുടെ ബാൻഡ് ഗ്യാപ്പിന് ഈക്വൽ ആയതോ അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ ഈ ആറ്റത്തിന് എക്സൈറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോവാം, എക്സൈറ്റഡ് ലെവലിലേക്ക് പോവാം. സോ ആരോ മാർക്ക് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നൗ മൈ ആറ്റം ഈസ് എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഈ ആറ്റത്തിന് ഒത്തിരി സമയം അവിടെ നിലനിൽക്കാൻ പറ്റില്ല, കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റസ് അൺസ്റ്റേബിൾ ആണ്. ഏകദേശം ഒരു 10⁻⁸ സെക്കൻഡ്സിനുള്ളിൽ അത് തിരിച്ച് ഡീഎക്സൈറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് വരും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ വരുമ്പോൾ ഈ എക്സസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ വഴി റിലീസ് ചെയ്തിട്ടായിരിക്കും അത് ഡീഎക്സൈറ്റ് ചെയ്ത് വരിക. അപ്പോൾ എത്രത്തോളം ആറ്റം ഇതുപോലെ തന്നെ ഡീഎക്സൈറ്റ് ചെയ്ത് വരുന്നുണ്ടോ അത്രത്തോളം ഫോട്ടോൺസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഈ ഫോട്ടോൺസിൻ്റെ ഡയറക്ഷൻ്റെ പെക്യുലാരിറ്റി ഒന്ന് നോക്കിക്കേ. ഇത് റാൻഡം ഡയറക്ഷനാണ്, ഒരു പ്രത്യേക ഡയറക്ഷനിലേക്കല്ല, ഒരു റാൻഡം ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി ലൈറ്റ്, ട്യൂബ്, ബൾബ്. നമ്മളൊരു റൂമിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമല്ല ലൈറ്റ് പോകുന്നത് അല്ലേ, ആ ഒരു റൂം ഫുൾ സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പം അവിടുത്തെ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എന്താണ് സ്പോണ്ടേനിയസ് എമിഷനാണ്. അപ്പം ഇങ്ങനെ സ്പോണ്ടേനിയസ് എമിഷൻ വഴി റിലീസാകുന്ന ഫോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ്സ് അവർ കേസ്. ഇനി നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. അപ്പം ഈ എച്ച് ന്യൂ എമൗണ്ട് ഓഫ് ഫോട്ടോൺസ് ഒക്കെ ഈ സ്പോണ്ടേനിയസ് എമിഷൻ വഴി റിലീസ് ചെയ്യപ്പെട്ടതാണ്. അപ്പം എൻ്റെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇപ്പോൾ കുറേ ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് എമിഷൻ വഴി റിലീസ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോൺ ചെയ്യുന്ന അടുത്തൊരു ആറ്റത്തിനെ ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ആ ആറ്റത്തിന് ഡീഎക്സൈറ്റ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നു. സോ ഓൾറെഡി ട്രിഗർ ചെയ്യാൻ പോയ ഫോട്ടോണും റിലീസ് ചെയ്യും. ആ ഫോട്ടോൺ മറ്റൊരു ആറ്റത്തിനെ ട്രിഗർ ചെയ്തത് മൂലം അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്തത് മൂലം അവനും തിരിച്ച് താഴേക്ക് എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ഫോട്ടോണും റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഫോട്ടോൺ ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി 2 ഫോട്ടോൺസ് അവിടെ എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഫോട്ടോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ ഡിറക്ഷനാണ് ഉണ്ടോ. ആൻഡ് അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, ഒരേ ഫ്രീക്വൻസി ആയിരിക്കും, ഒരേ ഫേസിലായിരിക്കും അത് ഉണ്ടാവുക, ഒരേ ഡിറക്ഷനിലായിരിക്കും. അപ്പം ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ള ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹറൻസി എന്ന് പറയും, അല്ലെങ്കിൽ കൊഹറൻസ് എന്ന് പറയും. അപ്പം നമ്മൾ സാധാരണ ഒരു ഓർഡിനറി ലൈറ്റോ ബൾബോ എടുത്താൽ അവിടെ ഈ പറയുന്ന ഫോട്ടോൺസിന് ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കില്ല, ഒരേ ഫ്രീക്വൻസി ആയിരിക്കില്ല. പക്ഷേ ഒരു ലേസർ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമാണ്. ഡയറക്ഷനാലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതിനുണ്ട്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും ലേസർ എമിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ലേസറിനും ബിഹൈൻഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. സോ ഈ ഒരു കേസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കയറാൻ പറ്റും. സോ നമുക്ക് ആദ്യം എന്താണൊരു സെമി കണ്ടക്ടർ ലേസർ എന്ന് നോക്കാം. ഇനി സെമി കണ്ടക്ടർ ലേസർ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഒരു ലേസർ നമ്മൾ പല ടൈപ്പ് ലേസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോളിഡ് ടൈപ്പ് ഉണ്ട്, ലിക്വിഡ് ടൈപ്പ് ഉണ്ട്, ഗേഷ്യസ് ടൈപ്പ് ഉണ്ട്. അതിൽ സെമി കണ്ടക്ടർ ലേസർ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും അത്. ആൻഡ് ഇനി ലേസറിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ ലേസർ എന്ന് പറയുന്ന ഡിവൈസിനുള്ളിൽ ബേസിക്കായിട്ട് 3 കമ്പോണൻറ്റ്സ് നമുക്ക് പറയണം. ഫസ്റ്റ് വൺ ഈസ് ഒരു ആക്റ്റീവ് മീഡിയം ഉണ്ടായിരിക്കും അതിന്. ഈ ആക്റ്റീവ് മീഡിയം എഗെയിൻ ഈ പറഞ്ഞ പോലെ ഒരു സോളിഡോ ലിക്വിഡോ ഗേഷ്യസ് മീഡിയം കൊണ്ടോ ഉണ്ടാക്കിയ മീഡിയം ആയിരിക്കും ആക്റ്റീവ് മീഡിയം. ആൻഡ് ഈ ഒരു ആക്റ്റീവ് മീഡിയത്തിന് പുറത്തായിട്ട് 2 ഓപ്പോസിറ്റ് ഫേസസിൽ പാരലി പ്ലേസ് ചെയ്തിരിക്കുന്ന മിറർ സെറ്റപ്പ് ഉണ്ടായിരിക്കും. അതിൽ ഒരു മിറർ ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും ആൻഡ് അതർ മിറർ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. അപ്പം ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആക്കി മാറ്റാൻ സിൽവറിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടൊക്കെയാണ് അത് റിഫ്ലക്റ്റിംഗ് ആക്കി മാറ്റുന്നത്. മറ്റേത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. ഫുള്ളി റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ മിററിലേക്ക് വന്ന് തട്ടുന്ന ഫോട്ടോൺസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. പാർഷ്യലി റിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ വന്ന് തട്ടുന്ന ഫോട്ടോൺസിൽ കുറച്ച്
അകത്തേക്ക് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, കുറച്ച് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ ലേസറിൻ്റെ ഔട്ട്പുട്ടിൽ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പം പറഞ്ഞത് എന്താണ്, ഒരു ലേസറിനുള്ളിൽ ഒരു ഡിവൈസിനുള്ളിൽ കാണുന്ന ബേസിക് കമ്പോണൻസ് ആണ്. ഒന്ന്, അതിനൊരു ആക്റ്റീവ് മീഡിയം ഉണ്ടായിരിക്കും. 2 ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ് എന്ന് പറയും, ഈ 2 മിറേഴ്സും കൂടെ ആഡ് ചെയ്ത് പറയുന്നതിനെ. അപ്പോൾ ഇത്രയും കൂടെ ചേരുന്നതിന് നമ്മൾ റെസൊണൻറ്റ് ക്യാവിറ്റി എന്ന് പറയും. ഒരു ആക്റ്റീവ് മീഡിയവും ഈ മിറർ സെറ്റപ്പും കൂടെ ചേർന്ന് വിളിക്കുന്നതിനെ റെസൊണേറ്റർ ക്യാവിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഇതായിരിക്കണം ഒരു ലേസറിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു സെമി കണ്ടക്ടർ ലേസർ ഡയോഡാണെങ്കിൽ ഈ ലേസർ ഡയോഡിൽ ആക്റ്റീവ് മീഡിയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മീഡിയം ആയിരിക്കണം? സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം ഈ ആക്റ്റീവ് മീഡിയം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ലേസർ ഡയോഡ് ബിക്കോസ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഇസ് സിമിലർ ടു എ PN ജംഗ്ഷൻ ഡയോഡ് എന്നാണ് വിളിച്ചത് അല്ലേ. അപ്പോൾ ലേസർ ഡയോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കൺസ്ട്രക്ഷൻ എങ്ങനെ ഇരിക്കുന്നത്, ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതേപോലെ ആയിരിക്കും ഇരിക്കുക. And in this device, electrical energy is converted into light energy, and it is widely used because it is small in size, highly efficient, inexpensive and easy to operate, etc. ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ഏതൊരു ലേസറിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. ആൻഡ് വേറൊരു കേസും കൂടെ ഇവിടെ പറയുന്നുണ്ട്, പോപ്പുലേഷൻ ഇൻവേർഷൻ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാനൊരു ഗ്രൗണ്ട് സ്റ്റേറ്റ് നിങ്ങളെ കാണിച്ചായിരുന്നു. നോർമലി ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലും എവിടെയായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും നോർമൽ കേസിൽ. പക്ഷേ ഈ ഫോട്ടോൺസിനെ എക്സൈറ്റ് ചെയ്യാനുള്ള എനർജിയുള്ള ഈ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഫോട്ടോൺസ് ഇതിൽ വന്ന് വീണാൽ ഈ ആറ്റം എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം എക്സൈറ്റഡ് ലെവലിലെ ആറ്റങ്ങളുടെ എണ്ണം കൂടുകയും ഗ്രൗണ്ട് ലെവലിലെ ആറ്റങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യും. എക്സൈറ്റഡ് ലെവലിൽ N2 എന്ന് ഞാൻ കൊടുക്കാം, നമ്പർ ഓഫ് ആറ്റംസ്. ഗ്രൗണ്ട് ലെവലിൽ N1 എന്ന് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം N2 വിൽ ബി ഗ്രേറ്റർ ദാൻ N1 വരും. അപ്പോൾ നോർമൽ പോപ്പുലേഷൻ എങ്ങനെ ഇരിക്കേണ്ടത്? ഇവിടെ കൂടിയിരിക്കണം, ഇവിടെ കുറഞ്ഞിരിക്കണം. പക്ഷേ ഈ ഒരു ലേസിങ് ആക്ഷൻ നടക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ എക്സൈറ്റഡ് ലെവലിലെ ആറ്റങ്ങളുടെ എണ്ണം കൂടുകയും ഗ്രൗണ്ട് ലെവലിലെ ആറ്റങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യും. ഈ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റിമുലേറ്റഡ് എമിഷൻ നമുക്കവിടെ പോസിബിളായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിട്ട് പറഞ്ഞിട്ടുണ്ട്? സ്റ്റിമുലേറ്റഡ് എമിഷൻ ആൻഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇനി എൻ്റെ ജനറൽ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. സോ ഇതൊരു സെമി കണ്ടക്ടർ ഡയോഡ് ലേസർ ആയതുകൊണ്ട് തന്നെ അവിടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക, അത് നമുക്കറിയാം. സോ ജനറലി നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ അതിനൊരു P റീജിയൻ കാണും, അതിനൊരു N റീജിയൻ കാണും. ഈ P റീജിയൻ്റെയും N റീജിയൻ്റെയും പ്രത്യേകത രണ്ടും ഹെവിലി ഡോപ്ഡ് ആണ് ആൻഡ് ദേ ആർ ജോയിൻഡ് ടുഗദർ. അപ്പോൾ അവർ ജോയിൻ ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ജംഗ്ഷൻ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയാം, കാരണം ഇവർ തമ്മിൽ ഹെവിലി ഡോപ്ഡ് ആയത് കാരണം അവിടെ ഉണ്ടാകുന്ന ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് വളരെ തിന്നായിരിക്കും. സോ തിൻ ജംഗ്ഷൻ റീജിയൻ ആക്ട് ആസ് ദി ആക്റ്റീവ് മീഡിയം. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ലേസറിൻ്റെ ബേസിക് കമ്പോണൻസിൽ വരുന്ന ആളാണ് ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആക്റ്റീവ് മീഡിയമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഈ തിൻ ഡിപ്ലീഷൻ റീജിയനാണ്. ഇതാണ് നമ്മുടെ ആക്റ്റീവ് മീഡിയം. ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ലേസർ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ് ഒക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി ലേസറിൻ്റെ മറ്റൊരു ബേസിക് കമ്പോണൻസ് എന്ത് വേണം? ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് മിറേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വേണം, അതായത് ഒപ്റ്റിക്കൽ റെസൊണേറ്റേഴ്സ് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സെറ്റപ്പ് ചെയ്യേണ്ട, മിറർ സെറ്റപ്പ് ചെയ്യേണ്ട, ഇതിൻ്റെ ഈ ക്രിസ്റ്റലിൻ്റെ 2 എൻ ഫേസുകൾ പോളിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആക്കി മാറ്റുകയും ഒരെണ്ണം പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആക്കി മാറ്റുകയും ചെയ്യണം. ഈ ലേസർ എവിടെയാണ്, ഇതിൽ കൂടിയാണോ കടന്നു പോകുന്നത് അവിടെ ആയിരിക്കണം പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ഭാഗമാക്കേണ്ടത്. ആൻഡ് ദേ ആർ പോളിഷ്ഡ് സ്മൂത്ത് ആൻഡ് കെപ്റ്റ് പാരലൽ ടു ഈച്ച് അതർ. ഈ പോളിഷ്ഡ് സർഫസസ് ആണ് നമുക്ക് ഈ പറയുന്ന മിറേഴ്സായിട്ട് നമ്മുടെ ലേസറിൽ വരേണ്ട ബേസിക് കമ്പോണൻറ്റിലോ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് മിറേഴ്സ്. ആ മിറേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ആൻഡ് ഫോം ദി ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി. അപ്പോൾ അതിലൊരു സർഫസ് ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആയിട്ടും മറ്റേ സർഫസ് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിട്ടും മേഡ് ചെയ്യാം. സോ ദാറ്റ് എ പോർഷൻ ഓഫ് ലൈറ്റ് ക്യാൻ കം ഔട്ട് ആസ് ദി ലേസർ ഔട്ട്പുട്ട്.
ഇനി ഇതിൻ്റെ ജനറൽ ഒരു വർക്കിംഗ് ഫിനോമിന ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഈ ആക്റ്റീവ് മീഡിയത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞു ഈ ഡിപ്ലീഷൻ റീജിയൻ ആണ് ഇപ്പോൾ നമ്മുടെ ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ആക്റ്റീവ് മീഡിയം. ഈ മീഡിയത്തിനുള്ളിലാണ് നമ്മുടെ ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത്, അതായത് ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ പ്രത്യേകത എന്താ? എല്ലാത്തിനും ഡയറക്ഷനാലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഈ ഫോട്ടോൺസ് നേരെ ചെല്ലുന്ന എങ്ങോട്ടേക്കായിരിക്കും? ഒന്നെങ്കിൽ ഇവന്മാർ ഇങ്ങോട്ടേക്ക് ചെല്ലും, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലും. ഏതാ? പാർഷ്യലി റിഫ്ലക്റ്റിങ്ങിലേക്ക് ചെല്ലും, അല്ലെങ്കിൽ ഫുള്ളി റിഫ്ലക്റ്റിങ്ങിലേക്ക് ചെല്ലും. അപ്പോൾ ഞാൻ പാർഷ്യലി റിഫ്ലക്റ്റിങ്ങിലേക്ക് ചെല്ലുന്ന ഫോട്ടോൺസിൻ്റെ കേസ് എടുക്കാം. ഇങ്ങോട്ടേക്ക് ചെന്ന് തട്ടുന്നു, ഈ മിററിൽ ചെന്ന് തട്ടുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? പാർഷ്യലി റിഫ്ലക്റ്റിങ്ങാണ്. അപ്പം ചെന്ന് തട്ടുന്ന എല്ലാവരും തിരിച്ചു പോകണമെന്ന് നിർബന്ധമില്ല. കുറച്ചെണ്ണം മാത്രം തിരിച്ചു പോകും, കുറച്ചെണ്ണം ഇതുവഴി ഇറങ്ങി പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് നമ്മൾ ലേസർ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്നവന്മാരുണ്ടല്ലോ, തിരിച്ചു പോകുന്ന ആൾക്കാർ വീണ്ടും ഈ ആക്റ്റീവ് മീഡിയത്തിലൂടെ കയറിയാണ് ഫുള്ളി റിഫ്ലക്റ്റിംഗ് മിററിലേക്ക് പോകാൻ നോക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് മീഡിയത്തിലേക്ക് കയറുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഫോട്ടോൺസാണ് കയറുന്നത്. ഈ ഫോട്ടോൺസ് എന്ന് ഈ എക്സൈറ്റഡ് ലെവലിരിക്കുന്ന ആറ്റത്തിനെ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് വീണ്ടും ഫോട്ടോൺസിനെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺസ് വീണ്ടും ഫുള്ളി റിഫ്ലക്റ്റിംഗ് മിററിലേക്ക് ചെന്ന് തട്ടും. അവിടെ ചെന്ന് തട്ടുമ്പം ചെന്നിടിക്കുന്ന എല്ലാ ഫോട്ടോൺസും തിരിച്ചെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് എഗെയിൻ കയറുന്ന ഈ ആക്റ്റീവ് മീഡിയത്തിലേക്കാണ്. ദെൻ അവിടെ ചെന്ന് എക്സൈറ്റഡ് ലെവലുള്ള ആറ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, വീണ്ടും അത് ഫോട്ടോൺസ് റിലീസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനാണ് ഈ ഒരു മിറർ വഴി നടക്കുന്നത്. അതായത് ഈ പറയുന്ന ലേസറിൻ്റെ ഔട്ട്പുട്ട് നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ട് ബാക്ക് ആൻഡ് ഫോർത്ത് ഈ മിറർ എന്താണ് ഈ ചെയിൻ റിയാക്ഷന് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജനറൽ വർക്കിംഗ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രത്തിൽ പി റീജിയൻ കണ്ടു, അതേപോലെ തന്നെ നിങ്ങൾ എൻ റീജിയനും കണ്ടു. ഇതിനിടയിൽ ഇവിടെ പി റീജിയൻ, എൻ റീജിയൻ, ഇതിനിടയിൽ ഒരു ഡിപ്ലീഷൻ റീജിയനും കണ്ടു. സോ ഈ പി റീജിയനെയും എൻ റീജിയനെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഫോർവേഡ് ബയാസിങ് ചെയ്യാൻ പോവാണ്. ഫോർവേഡ് ബയാസിങ്ങിന് പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് റീജിയൻ ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ആൻഡ് എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. അങ്ങനെ ഫോർവേഡ് ബയാസിങ് ചെയ്തു. ഫോർവേഡ് ബയാസിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് നമ്മുടെ എൻ റീജിയൻ ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ പി റീജിയൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ റീജിയനിലെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. പി റീജിയനിലെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആണ്, ഹോൾസ് ആണ് അല്ലേ? അപ്പോൾ എൻ റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും, ഇതിനിടയിൽ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, പി റീജിയനിൽ നിന്നുള്ള ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസിൻ്റെ റീകോമ്പിനേഷൻ നടക്കും. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഹോളിലേക്ക് ഈ വരുന്ന ഇലക്ട്രോൺ കയറിയിരിക്കുന്നതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇലക്ട്രോണിലേക്ക്, ഈ ഹോളിലേക്ക് ഇലക്ട്രോൺ വന്ന് കയറിയിരിക്കുമ്പോൾ ഒരു എമൗണ്ട് ഓഫ് എനർജി അവിടെ റിലീസ് ചെയ്യപ്പെടണം. ആ റീകോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് ആ എനർജി ഫോട്ടോൻ്റെ രൂപത്തിലായിരിക്കും എമിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ആക്റ്റീവ് മീഡിയത്തിൽ ഇങ്ങനെയാണ് ആ ഫോട്ടോൺസ് ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുക. ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, വൺസ് ഈ റീകോമ്പിനേഷൻ വഴി ആ ഫോട്ടോൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഫോട്ടോൺസ് ആ മിററിൽ ബാക്ക് ആൻഡ് ഫോർത്ത് ട്രാവൽ ചെയ്ത് വീണ്ടും ആ ചെയിൻ റിയാക്ഷൻസ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ആ റീകോമ്പിനേഷൻ ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് നമ്മുടെ പി റീജിയൻ ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ എൻ റീജിയൻ ആണ്. പി റീജിയനിലെ കണ്ടക്ഷൻ ബാൻഡ് ഇത്, പി റീജിയനിലെ വാലൻസ് ബാൻഡ് ഇത്. എൻ റീജിയനിലെ കണ്ടക്ഷൻ ബാൻഡ് ഇത്, എൻ റീജിയനിലെ വാലൻസ് ബാൻഡ് ഇത്. എൻ റീജിയനിലെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലാണ് ഇരിക്കുക. പി റീജിയനിലെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് വാലൻസ് ബാൻഡിലാണ് ഇരിക്കുക. അപ്പോൾ ഇവരുടെ എൻ റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും പി റീജിയനിൽ നിന്ന് ഹോൾസ് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ റീജിയനിലെ ഇലക്ട്രോൺസ് ഈ പി റീജിയനിലെ വാലൻസ് ബാൻഡിലേക്ക് ചെന്ന് വീഴുന്നു. ഇതാണ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇത് ഒരു പർട്ടിക്കുലർ എനർജിയിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ എനർജിയിലേക്ക് റിലീസ് ചെയ്യുന്നത് കാരണം ആ എനർജി ബാൻഡ് ഗ്യാപ്പിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോൺ റിലീസ് ചെയ്തിട്ടായിരിക്കും ഇത് വരിക. അപ്പോൾ ഇതാണ് ആ റിലീസ് ചെയ്യുന്ന ഫോട്ടോൺ എന്ന് പറയുന്നത്. ഇനി as they pass through the active region, they stimulate other excited electrons to recombine with holes, and thus chain reaction increases the number of photons rapidly. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്ന ഈ ഫോട്ടോൺസിന് എന്തായിരിക്കും? ഹൈലി ഇൻറ്റൻസ് ആയിരിക്കും. ഈ റിലീസ് ചെയ്യുന്ന എല്ലാ ഫോട്ടോൺസിനും
ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, ഒരേ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ കളറിലുള്ള, അതായത് മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത് ഒറ്റ കളറിലുള്ള ലൈറ്റ് ആയിരിക്കും അതിൽ നിന്ന് എമിറ്റ് ചെയ്യുക. And they are coherent and highly directional beam of laser light emerges through the partially reflecting surface. അതൊന്നുകൂടെ നോട്ട് ചെയ്തിരിക്കുക, പാർഷ്യലി റിഫ്ലക്റ്റിംഗ് സർഫസിലൂടെ ആയിരിക്കും ലൈറ്റ് എമർജ് ചെയ്ത് വരിക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ ഇൻ സൈസ്, ലൈറ്റ് വെയ്റ്റ്, ഹൈലി എഫിഷ്യൻറ്റ്, ലോ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, റെസ്പോൺസ് ടൈം ഇസ് വെരി ഫാസ്റ്റ്. എവിടെയൊക്കെ ആപ്ലിക്കേഷൻസ് ഉള്ളത്? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, CD and DVD പ്ലെയർ, ബാർകോഡ് സ്കാനേഴ്സ്, laser printers, remote controls, etc.